ബെല്ലടിച്ചു. ഉറങ്ങിക്കിടന്നവരൊക്കെ രാവിലെ ചാടി എണീറ്റ് കാണും. എന്തോ ഒരു അലാറം അടിക്കുന്നുണ്ട്, പേടിക്കേണ്ട. റിപ്പോർട്ടറിന്റെ ബ്രേക്കിംഗ് അലാറമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായി നമ്മളൊരു റിപ്പോർട്ടറുണ്ട്. ഇക്കുറി ബ്രേക്കിംഗ് അലാറം മുഴങ്ങിയിരിക്കുന്നത് പ്രതീഷിന് വേണ്ടിയാണ്. പ്രതീഷ് ഒരു വളരെ പ്രധാനപ്പെട്ട വിവരം പ്രേക്ഷകരെ അറിയിക്കും. പ്രതീഷ്, വെരി ഗുഡ് മോർണിംഗ് പ്രതീഷ്. വളരെ പ്രധാനപ്പെട്ട എന്തോ ഒരു വിവരം താങ്കൾക്ക് അറിയിക്കാനുണ്ട്. ബ്രേക്കിംഗ് അലാറം മുഴങ്ങിക്കഴിഞ്ഞു, എന്താണത്? അരുൺകുമാർ, തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കടൽ വിഭവം കഴിച്ച് രണ്ടുപേർ മരിക്കാനിടയായ സംഭവം അത് വലിയ ആശങ്കയുണ്ടാക്കിയതാണ്. പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ ഈ മീൻ വിഭവം കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന തരത്തിൽ വലിയ ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. മരണകാരണം ഭക്ഷ്യവിഷബാധയല്ല എന്നതാണ് പ്രാഥമിക റിപ്പോർട്ട്. വിഴിഞ്ഞത്തുൾപ്പെടെ നടത്തിയ ഫിസിക്കൽ പരിശോധനയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എത്തിയത്. ഈ ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ ഈ മരിച്ചവർ അന്നേ ദിവസം കഴിച്ച അതേ ഭക്ഷണം മറ്റ് 200 പേർ കൂടി കഴിച്ചിരുന്നു എന്നതാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അവർക്കാർക്കും തന്നെ മറ്റ് ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. വളരെ വൃത്തിയുള്ള സാഹചര്യത്തിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. ഒപ്പം ഈ മീനൊക്കെ തന്നെ കൃത്യമായ ഇടങ്ങളിൽ നിന്ന് വാങ്ങുന്നതാണ്. അതിൽ ഗുണനിലവാരമൊക്കെ തന്നെ പരിശോധിച്ചിരുന്നു. അക്കാര്യത്തിൽ ഉൾപ്പെടെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം ഈ മരിച്ച ഈ 2 പേരുടെ ബന്ധു ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് മൊഴി നൽകിയിരിക്കുന്നത് കടൽ വിഭവം ഇവർക്ക് അലർജി ഉണ്ടാക്കുന്നതാണ് എന്നുള്ള ഒരു മൊഴി കൂടി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പ്രാഥമിക ഒരു റിപ്പോർട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ഭക്ഷ്യവിഷബാധ അല്ല മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എത്തിയിരിക്കുന്നത്. പക്ഷേ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കണമെങ്കിൽ അതിൽ ഈ പരിശോധനാ ഫലം കൂടി പുറത്തു വരണം. 10 സാമ്പിളുകളാണ് കൊച്ചിയിലെ ഫിഷറീസ് ടെക്നോളജി ലാബിലേക്ക് അയച്ചിട്ടുള്ളത്. 2 ദിവസത്തിനകം തന്നെ ഈ പരിശോധനാ ഫലം കൂടി വരും. ഇതിനുശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൈമാറുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അത് പൊതുജനങ്ങൾക്ക് കൂടി ഉള്ള അറിവാണ്. കാരണം വലിയൊരു ആശങ്ക അക്കാര്യത്തിൽ പൊതുജനങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഭക്ഷ്യവിഷബാധയല്ല. അവിടെ നിരവധി ആളുകൾ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ഒരു സ്ഥലമാണ്. ഒപ്പം അവിടെ എല്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ എല്ലാ അംഗീകാരവും ഉണ്ട് എന്ന് കൂടി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ് പ്രാഥമിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. താങ്ക് യു പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്പം ഒന്ന് ടെൻഷൻ അടിച്ചത് ഈ ഭക്ഷ്യവിഷബാധയാണെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് പേര് ഭക്ഷണം വിഴിഞ്ഞം ഭാഗത്തെ ആ ഹോട്ടലിൽ നിന്ന് കഴിച്ചു വിടണം. അവിടെ കുറേ നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട്, നല്ല മീൻ വിഭവങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഭക്ഷ്യവിഷബാധയല്ല ടെൻഷൻ അടിക്കുന്നത്. അവിടെ നിന്ന് കഴിച്ചവർക്കൊക്കെ ചില ടെൻഷൻ ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം 200-ലധികം പേർ ഇതേ ഭക്ഷണ വിഭവങ്ങൾ, ഏത് കൊഞ്ചും മീൻമുട്ടയും അവിടെ നിന്ന് കഴിച്ചു എന്നുള്ളതാണ് ഉടമ നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്ഥിരീകരിക്കുകയാണ് അത് ഭക്ഷ്യവിഷബാധയല്ല, അത് അലർജി മൂലമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല മരിച്ച റഷീദ ബീവിക്കും ഒപ്പം ഷാജിക്കും ഈ കൊഞ്ചിനോടോ മറ്റോ ചില അലർജി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഭക്ഷണ അലർജി ഉള്ളവരായിരുന്നു ഇവർ എന്നാണ് അറിയുന്നത്. അത് നമ്മൾ പലതവണ പറയുന്നത് പോലെ ഇത്തരം സാഹചര്യങ്ങളിൽ ഏതാണ് അലർജി ഉള്ളത്, ആ ഭക്ഷണം ചിലപ്പോൾ പുതിയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് കഴിക്കാതിരിക്കുക, അത് എത്രയും പെട്ടെന്ന് തിരിച്ചറിയുക ഏത് ഭക്ഷണത്തോടാണ് അലർജി ഉള്ളത് എന്നുള്ളത്. എന്തായാലും ഭക്ഷ്യവിഷബാധയല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കുന്നു.